ABCD മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയെന്നോണം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ സമ്പത്തിനെ അറിയിക്കുന്നതിനായി ഉപയോഗിക്കുന്ന വാക്കുകളെക്കുറിച്ചാണ്. നമുക്കിപ്പോഴുള്ള, നമുക്കുണ്ടായിരുന്ന, ഭാവിയിൽ നമുക്കുണ്ടായേക്കാവുന്ന കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത്. എനിക്കൊരു മൊബൈൽ ഫോൺ ഉണ്ട്. അവൾക്ക് ഒരുപാട് ബുക്കുകളുണ്ട്. അവർക്ക് നല്ലൊരു സ്കൂൾ ഉണ്ട്. ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി ഉണ്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉപയോഗിക്കുന്നു. പ്രസന്റ് ടെൻസിന്റെ കാര്യത്തിൽ ഹാവ് ബഹുവചനത്തോടൊപ്പവും ഹാസ് ഏകവചനത്തോടൊപ്പവുമാണ് ഉപയോഗിക്കേണ്ടതെന്നുകൂടി ഓർത്തു വെക്കണം. ഐ ഹാവ് എ കാർ. എനിക്കൊരു കാർ ഉണ്ട്. ഹി ഹാസ് എ ഹൗസ്. അവനൊരു വീടുണ്ട്. കഴിഞ്ഞ കാര്യത്തെ പറ്റിയാണ് പറയേണ്ടതെങ്കിൽ ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിൽ ഹാഡ് എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. ഐ ഹാഡ് എ കാർ. എനിക്കൊരു കാർ ഉണ്ടായിരുന്നു. ഹി ഹാഡ് എ ഹൗസ്. അവനൊരു വീടുണ്ടായിരുന്നു. ഭാവിയിലെ കാര്യമാണ് പറയേണ്ടതെങ്കിൽ വിൽ ഹാവ് എന്ന വാക്കാണ് ഉണ്ടാകും എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഐ വിൽ ഹാവ് എ കാർ. എനിക്കൊരു കാർ ഉണ്ടാവും. ഹി വിൽ ഹാവ് എ ഹൗസ്. അവനൊരു വീടുണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ആദ്യമായി കാണുന്ന ആളാണ് നിങ്ങളെങ്കിൽ മുമ്പിട്ടിരിക്കുന്ന 2 വീഡിയോസും മറക്കാതെ കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ഇനിയിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും വേണം.